ഹരേ കൃഷ്ണ, ജയ് ശ്രീ രാധേ രാധേ, ഹര ഹര മഹാദേവ്. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. കുറച്ച് പേര് പറയുണ്ടായി കൈലാസയാത്ര വന്ന വിശേഷങ്ങളൊക്കെ പറയണേന്ന്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ആദ്യം തന്നെ എൻ്റെ ചേട്ടന്, മുരുകൻ ചേട്ടന് എൻ്റെ വിനീത നമസ്കാരം. കാരണം എനിക്ക് അവിടേക്ക് പോകാനുള്ള ആ ഒരു അനുവാദം തന്നത് ഭഗവാന്റെ കാരുണ്യം കൊണ്ട്. എനിക്ക് മുരുകൻ ചേട്ടൻ്റെ ഒരു അനുവാദം, അത് തന്നെ ഭഗവാന്റെ ഒരു അവിടെ ചെല്ലാനുള്ളൊരു അനുവാദമായിട്ട് ഞാൻ കാണുകയാണ്. എൻ്റെ വീട്ടുകാർ എല്ലാവരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഒരുപാട് സന്തോഷം. പിന്നെ ഈ യാത്രയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, എന്നെ സംബന്ധിച്ച് എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ അതറിയത്തില്ല. കാരണം ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു യാത്ര ചെയ്യുന്നതിൽ. കാരണം നമ്മൾ ശാരീരികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ബ്രീത്തിങ് പ്രോബ്ലം, അതൊക്കെ ഉണ്ടായിരുന്നു. ഇത് ആദ്യം മുതൽ പറയാം. ആദ്യം എൻ്റെ ഒരു കൂട്ടുകാരിയാണ് ഇതുപോലെ കൈലാസയാത്രയ്ക്ക് വിളിച്ചത്. എന്നെ സ്പോൺസർ ചെയ്ത് കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇരിക്കെ ഹിമശൃംഗ ഡ്രീം ജേണി എന്ന് പറയുന്നൊരു ട്രാവൽസ്, ആ ഗ്രൂപ്പിൻ്റെ കൂടാണ് എനിക്ക് പോകാൻ പറ്റിയത്. അതിൻ്റെ സാറിൻ്റെ പേര് സ്വാതി ബാലചന്ദ്രൻ എന്നാണ്. സാറിന് എൻ്റെ വിനീത നമസ്കാരം. സാറ് മുഖേനയാണ് ഞങ്ങൾക്ക് പോകാൻ പറ്റിയത്. അങ്ങനെ പോകാനുള്ള തയ്യാറെടുപ്പെല്ലാം ആയിരുന്നു. അപ്പം ആ കുട്ടി എന്നെ സ്പോൺസർ ചെയ്ത് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞത്. പെട്ടെന്ന് ക്യാഷിന് ഷോർട്ടേജ് വന്നു. അപ്പം ഞാനിതിൽ നിന്ന് പിന്മാറി. ഞാൻ വരുന്നില്ല, സാരമില്ല, എല്ലാം ഭഗവാന്റെ നിയോഗം, ഭഗവാൻ നിശ്ചയിക്കുന്ന പോലെ നമുക്ക് എല്ലാം നടക്കുള്ളൂ. അങ്ങനെ പിന്മാറി. മുരുകൻ ചേട്ടനോട് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു നമുക്ക് പിന്നെ ഒരു ദിവസം പോവാം എന്ന് പറഞ്ഞു. അപ്പം ഞാനിതിൻ്റെ നമ്മുടെ ഈ ഹിമശൃംഗ ഗ്രൂപ്പിലെ സാറിനോട് പറഞ്ഞു ഇതുപോലെ. അപ്പോൾ സാറ് പറഞ്ഞ് എല്ലാ പെർമിറ്റും വിസയും മെഡിക്കലും എല്ലാം ക്ലിയറാണ്, വന്നുകൂടെ, പൈസയൊക്കെ കുറേശ്ശെ തന്നാൽ മതിയെന്ന്. അപ്പം മുരുകൻ ചേട്ടൻ സമ്മതിച്ച് കുറേശ്ശെ പൈസ കൊടുത്താൽ മതിയല്ലോ. ഉടനെ നമ്മുടെ കയ്യിൽ കൊടുക്കാൻ അത്രയും എമൗണ്ട് ഇല്ലാത്തത് കൊണ്ടാണ് പോകണ്ട പറഞ്ഞത്. എങ്കിലും ഇങ്ങനെ കുറേശ്ശെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞപ്പം ചേട്ടൻ സമ്മതിച്ച്. അങ്ങനെ യാത്രയായി. വളരെ നല്ലൊരു യാത്രയായിരുന്നു. പക്ഷേ കയറ്റം കയറുന്തോറും നമുക്ക് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടായിരുന്നു. എനിക്ക് തണുപ്പ് കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ കൂടെ 4 പേരുണ്ടായിരുന്നു മലയാളികൾ. ബാക്കി ഇന്ത്യയിലുള്ള ഇപ്പോൾ 25ഓളം പേര് അടങ്ങുന്ന ഒരു ഗ്രൂപ്പ്. അങ്ങനെ പോയി. കയറ്റം കയറുന്തോറും തണുപ്പ് കൂടി വരുന്നൊരു അവസ്ഥയായിരുന്നു. എനിക്ക് ചെറിയൊരു ജലദോഷം പോലെ വന്ന് പനി പിടിച്ചില്ല, ചെറിയൊരു ജലദോഷം, പിന്നെ ചുമ, പിന്നെ ആ തണുപ്പിനെ അതിജീവിക്കാനുള്ളൊരു ബുദ്ധിമുട്ട്. എന്തായാലും ഗ്ലൗവും കാലിൽ സോക്സും എല്ലാം ഇട്ട് തെർമൽ വിയറും എല്ലാം ധരിച്ചുകൊണ്ടാണ് പോയത്. പിന്നെ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് അവിടം വരെ എത്തി. അങ്ങനെ സാഗയിലെത്തി കഴിഞ്ഞിട്ട് പിന്നീട് മാനസരോവർ, അവിടെയാണ് തണുപ്പ് കൂടുതലായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത്. പക്ഷെ എന്തായാലും ഭഗവാന്റെ അടുത്ത് എത്തുന്തോറും ഭയങ്കര മനസ്സിനൊരു സന്തോഷം ഉണ്ടായിരുന്നു. എത്ര വയ്യാഴിക ഉണ്ടെങ്കിലും, എത്ര കഷ്ടപ്പെട്ട് ഭഗവാനെ കാണുന്നതിൽ സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. ശരീരത്തിനാവതില്ലെങ്കിലും മനസ്സിൽ ഒരു ലക്ഷ്യം, ഭഗവാനെ കാണാൻ, ആ കൈലാസ പർവ്വതം ഒന്ന് കാണാനൊരു ആഗ്രഹം അങ്ങനെ തോന്നി. ഭഗവാന്റെ നാമമൊക്കെ ജപിച്ച് വണ്ടിയിലിരിക്കും തോറും മനസ്സിൽ ഒരു ചോദ്യമായിരുന്നു ബാക്കി. ഭഗവാനെ, അങ്ങ് ഇത്രയും വലിയ എല്ലാത്തിൻ്റെയും അധിപനായിട്ടുള്ള ഭഗവാൻ ഇങ്ങനെ മലയിൽ തണുപ്പില്ലേ, ഭഗവാന് തണുക്കില്ലേ, ഭഗവാന് വിശക്കില്ലേ, ഇങ്ങനെയൊക്കെ മനസ്സിൽ ചോദിക്കും. കാരണം നമുക്കങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ആഹാരമൊക്കെ എല്ലാവർക്കും പിടിക്കണമെന്നില്ല ആഹാരം. പക്ഷേ എന്നാലും ആവുന്ന പോലെയൊക്കെ കഴിച്ച്. പിന്നെ എനർജി ഡ്രിങ്ക്, എനർജി ബാറൊക്കെ മേടിച്ച് വെച്ച് അങ്ങനെ യാത്ര പോകുമ്പോഴൊക്കെ കഴിക്കും. പിന്നെ സാറ് നല്ല സപ്പോർട്ടാണ് എല്ലാവർക്കും. പിന്നെ ഇവിടുന്ന് നേരെ അഷ്ടപതിയിൽ പോയി. അഷ്ടപതിയിൽ നല്ല ദർശനം ഭഗവാൻ തന്നു. നന്ദി സമേതം ഭഗവാന്റെ കൈലാസ പർവ്വതം കാണാൻ പറ്റി. അത് വലിയൊരു അനുഭവമായിരുന്നു. ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് അവിടെ ഇങ്ങനെ തുറന്നിടുന്നത്, അവിടെ കയറാൻ ഒരു അനുവാദമുള്ളത്. ഇപ്രാവശ്യം പോയപ്പോൾ അത് കാണാൻ പറ്റി. അങ്ങനെ നല്ല സന്തോഷമായിരുന്നു. പിന്നെ അവിടുന്ന് മഹാകൈലാസം പോയി യമദ്വാർ കടന്ന് ഭഗവാനെ
കണ്ട് നമസ്കരിച്ച് പിന്നീട് 108 ചിത്രം അത് ഞാൻ ഉച്ചപൂജ അലങ്കാരം നാട്ടിലിരുന്ന് വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിൽ മനസ്സിൽ തോന്നി, ഭഗവാന് 108 ഗുരുവായൂരപ്പന് 108 ചിത്രം സമർപ്പിച്ചില്ലേ, എനിക്കും കൂടി 108 ചിത്രം അങ്ങനെ മനസ്സിലിങ്ങനെ തോന്നിച്ച്. അപ്പം ഞാൻ ഉടനെ തന്നെ ഒരു മാസം കൊണ്ട് ആ ചിത്രങ്ങളും വരച്ച് ഒരു പുസ്തക രൂപേണ മഞ്ഞ പട്ടിൽ പൊതിഞ്ഞ് ഭഗവാന് അവിടെ തുറന്ന് കാണിച്ച് ഭഗവാന് സമർപ്പിക്കാൻ കഴിഞ്ഞ് വലിയ സന്തോഷം. ഹിമശൃംഗ ഗ്രൂപ്പിനോട് നിറഞ്ഞ സന്തോഷം അറിയിക്കുകയാണ്. എൻ്റെ എന്താ പറയുക, വളരെ സന്തോഷം. അങ്ങനെ പിന്നീട് അവിടുത്തെ തണുപ്പ് പിടിക്കാതെ, അതായത് തണുപ്പിനെ പ്രതിരോധിക്കാനുള്ളൊരു ആരോഗ്യം ഇല്ലായിരുന്നു എനിക്ക്. പിന്നെ എനിക്കറിയാവുന്ന ഒരു നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ചേച്ചി, മോചിത എന്ന് പറയുന്ന ചേച്ചി, നമ്മുടെ ചേച്ചി മോചിത ചേച്ചിയെ വിളിച്ച് സംസാരിച്ച്, ചേച്ചി വേണമെന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു, വിഷമിക്കണ്ട, അങ്ങനെയാണ്, തണുപ്പൊക്കെ ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു, നാമം എങ്ങനെയൊക്കെയാണ് ഓരോ മന്ത്രങ്ങളും ഒക്കെ പറഞ്ഞു തന്നു ചേച്ചി. അതും ജപിച്ച് നല്ല മാറ്റം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഹിമശൃംഗയിലെ സാറും ഇതിനൊക്കെ വിളിച്ച് സംസാരിച്ച്, സാറും ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, നല്ലൊരു യാത്രയായിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. നല്ല സന്തോഷമുണ്ട്. പിന്നെ ഭഗവാനെ തൊഴുത് നമസ്കരിച്ച് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും നല്ലത് വരുത്തണേ എന്ന് ഭഗവാനോട് നന്നായിട്ട് മനസ്സിരുകി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്തായാലും സന്തോഷം. എല്ലാവർക്കും അവിടെ വരാൻ കഴിയണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പിന്നെന്താ പറയുക, ഗുരുവായൂരപ്പനും മഹാദേവനും അവർ രണ്ടല്ല, ഒന്നാണ്. കാരണം യാത്ര കയറുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലെ ആ ഞാനെന്ന ഭാവം കുറേയൊക്കെ അല്ല 100% പോവും. കാരണം ഓരോ യാത്രയും നമുക്കുള്ള പാഠമാണ്. നമ്മൾ കയറ്റം കയറും തോറും നമ്മുടെ ഉള്ളിലെ നമുക്ക് എന്തെങ്കിലും ക്ഷീണം, പ്രയാസം എല്ലാം ഉണ്ടെങ്കിലും ആ ഭഗവാനെ കാണണം എന്നുള്ള ഒറ്റ ആഗ്രഹം മനസ്സിലുണ്ടായാൽ മതി. പിന്നെ ഭഗവാന്റെ നാമം അത്രയധികം പവിത്രമാണ്. ആ നാമത്തിൻ്റെ ബലം അത് വലിയൊരു ഘടകം തന്നെയാണ്. അങ്ങനെ ഭഗവാനെ അവിടെ ചെന്ന് കാണാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. എല്ലാവർക്കും അവിടെ എത്താൻ പറ്റട്ടെ. ഹരേ കൃഷ്ണ, ജയ് ശ്രീ രാധേ രാധേ.